Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധനാ വത്സരത്തില് പുതിയ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്ലീഹാക്കാലം. സ്ലീഹാക്കാലം ആരംഭിക്കുന്നത് പന്തക്കുസ്ത തിരുനാളോടുകൂടിയാണല്ലോ. പന്തക്കുസ്തായില് റൂഹാദ് കുരിശ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വസിക്കുന്നതും ഭീരുക്കളായിരുന്ന അവരെ ശക്തിപ്പെടുത്തി മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ സജ്ജരാക്കുന്നതും ധൈര്യപൂർവം മിശിഹായെക്കുറിച്ച് സ്ലീഹന്മാർ പ്രഘോഷിക്കുന്നതുമായ ആ ചരിത്രമാണ്, ആദിമ സഭയുടെ ചരിത്രമാണ് സ്ലീഹാകാലത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. പരിശുദ്ധാരൂപി സ്ലീഹന്മാരുടെ മേൽ വന്നു വസിക്കുന്നത് പന്തക്കുസ്ത തിരുനാളിലാണ്. പന്തക്കുസ്ത എന്ന വാക്കിന്റെ അർത്ഥം 50-ാമത്തേത് എന്നാണ്. 50-ാം ദിവസം ആഘോഷിച്ചിരുന്ന പെസഹ തിരുനാളിന് തൊട്ട് പിന്നാലെ വരുന്ന 50 ദിവസങ്ങൾക്ക് ശേഷം യഹൂദർ ആഘോഷിച്ചിരുന്ന യഹൂദരുടെ ഒരു തിരുനാളായിരുന്നു പന്തക്കുസ്ത. പെസഹ തിരുനാൾ ആഘോഷിച്ചിരുന്നത് മെസ്രൈൻ ദേശത്തു നിന്നുള്ള ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാട് സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ. അവര് മെസ്രൈനിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലൂടെയുള്ള യാത്ര മുൻപോട്ട് പോകുമ്പോൾ ഈജിപ്തിന്റെ അതിർത്തിയിലെത്തുമ്പോൾ സീനാമലയിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനവുമായി ഒരു ഉടമ്പടി ചെയ്യുന്നത് പുറപ്പാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ആ സീനാമലയിൽ വെച്ച് ദൈവം ഉടമ്പടി ചെയ്തതിന്റെ അനുസ്മരണമായിട്ടും ആ ഉടമ്പടിയില് ദൈവം ഉടമ്പടിയുടെ വ്യവസ്ഥകളായി നൽകിയിരുന്ന ആ 10 പ്രമാണങ്ങൾ തോറ നൽകിയതിന്റെ സ്വീകരിച്ചതിന്റെ ഓർമ്മയും ഒക്കെ ആയിട്ടാണ് യഹൂദര് പന്തക്കുസ്ത തിരുനാള് വർഷം തോറും ആഘോഷിച്ചിരുന്നത്. ഇതിന് മറ്റൊരു കാർഷിക പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. യഹൂദരുടെ തിരുനാളുകൾക്കെല്ലാം ഈ ഒരു കാർഷിക പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും. പന്തക്കുസ്ത തിരുനാളില് അവര് യഹൂദര് ആദ്യം ആരംഭിക്കുന്നത് അതൊരു വിളവെടുപ്പ് തിരുനാളായിട്ടാണ്. ആദ്യ ഫലങ്ങൾ, വിളവെടുപ്പിന്റെ ആദ്യ ഫലം കർത്താവിന് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ വിളവെടുപ്പ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷവുമായിരുന്നല്ലോ അത്. അപ്പോൾ ആ ഒരു 2 പശ്ചാത്തലങ്ങള് ഈ പന്തക്കുസ്ത തിരുനാളിനുണ്ടായിരുന്നു. ഒന്ന്, ഈ വിളവെടുപ്പ് തിരുനാള് അതിന്റെ ആദ്യ ഫലം കർത്താവിന് സമർപ്പിക്കുന്നതിന്റെ ആഘോഷമായിട്ട്, അതുപോലെ തന്നെ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലെ അടിസ്ഥാന സംഭവമായിരുന്ന പുറപ്പാട് സംഭവവുമായി ബന്ധപ്പെട്ട് സീനാമലയിൽ വെച്ച് ദൈവം യാക്കോബിന്റെ സന്തതി പരമ്പരയുമായി ചെയ്ത ആ ഉടമ്പടിയുടെ വ്യവസ്ഥകളായി നൽകിയ 10 പ്രമാണങ്ങൾ ലഭിച്ചതിന്റെയും ഓർമ്മയായിട്ടായിരുന്നു പുറപ്പാടിന്റെ അന്നു മുതൽ 50 ദിവസം 50-ാം ദിവസം എന്നർത്ഥമുള്ള ആ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. പന്തക്കുസ്ത എന്ന വാക്കിന് 50-ാം ദിവസം, 50-ാമത്തേത് എന്നാണ് അർത്ഥം. 50-ാം ദിവസം ആഘോഷിച്ചിരുന്ന തിരുനാളാണിത്. സീനാമലയിൽ സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാകുമ്പോൾ പന്തക്കുസ്ത തിരുനാള് എന്തുകൊണ്ട് അന്ന് റൂഹ ആ തിരുനാളിൽ തന്നെ ശ്രീഹന്മാരുടെ വന്നു എന്ന് നമുക്ക് വ്യക്തമാകും. ഇസ്രായേൽ ജനത, യാക്കോബിന്റെ സന്തതി പരമ്പര ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയൊക്കെ വിളിക്കുമ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങളെ ഒരു വലിയ ജനതയാക്കുമെന്ന്. ഈ അവരെ ജനതയാക്കുന്ന സംഭവം നമ്മൾ കാണുന്നത് സീനാമലയിലാണ്. അവിടെ വെച്ച് സീനാമലയിൽ വെച്ച് ദൈവം എന്താണ് പറയുന്നത്? നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, നിങ്ങൾ എന്റെ സ്വന്തം ജനവുമായിരിക്കും. അപ്പോൾ ദൈവം ഈ യാക്കോബിന്റെ സന്തതി പരമ്പരയെ മുഴുവനും സ്വന്തം ജനമായിട്ട് അഡോപ്റ്റ് ചെയ്യുകയാണ്, സ്വന്തമായിട്ട് ഏറ്റെടുക്കുകയാണ്. വ്യവസ്ഥകളായിട്ട് അവിടെ നിൽക്കി നൽകാനുണ്ടായിരുന്ന ഈ 10 പ്രമാണങ്ങളായിരുന്നു. ഈ 10 പ്രമാണങ്ങൾ പാലിച്ചാൽ നിങ്ങൾ എന്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മുൻകൈ എടുക്കൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ദൈവത്തിന്റെ കൃപയാണിത്. ഇനീഷ്യേറ്റീവ് ദൈവത്തിന്റെ ഭാഗത്തു നിന്നാണ്. ദൈവത്തിന്റെ കൃപയുടെ പ്രകാശനമായിരുന്നു ഇത്. ദൈവമാണ് മുൻകൈ എടുത്ത് ഇസ്രായേൽ ജനതയോട് പറയുന്നത്, നിങ്ങൾ ഈ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കാമെന്ന്. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ പാലിച്ചു കൊള്ളാമെന്ന്. അങ്ങനെ മോശ ഉടമ്പടി ഉറപ്പിക്കുന്നതാണ് തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത്, മോശയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് കനത്ത മേഘത്തിലാണ് എന്ന് പുറപ്പാട് പുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം പ്രത്യക്ഷപ്പെടുന്നത് പലപ്പോഴും മേഘത്തിലും അഗ്നിയിലുമൊക്കെയാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ 2 പ്രതീകങ്ങളും ഇമേജസും പന്തക്കുസ്ത ദിനത്തില്
നടപടി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പന്തകുസ്ത സംഭവം വിവരിക്കുമ്പോൾ ലൂക്കായും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ യഹൂദരോടുള്ള ഭയനിമിത്തം ഊട്ടുശാലയിൽ ഒന്നിച്ചിരുന്ന ആ സ്ലീഹന്മാർ അവിടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സംരക്ഷണയിൽ നമ്മൾ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നടപടി പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഒരു കോഴിപ്പട കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ പരിശുദ്ധ കന്യകാമറിയം ഈ ശിഷ്യന്മാരെ സംരക്ഷിച്ച് കൊണ്ടുവരുമ്പോഴാണ് അവിടുത്തെ ഈശോയുടെ സ്വർഗാരോഹണത്തിന്റെ 10-ാം ദിവസം, അവിടുത്തെ സഹനമരണോത്ഥാനങ്ങളുടെ 50-ാം ദിവസം ആണ് പന്തകുസ്ത നടക്കുന്നത്. ഇവിടെയും 50-ാം ദിവസമാണ്. പെസഹായുടെ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ ഈശോയുടെ സഹനമരണോത്ഥാനങ്ങൾ, അതിന്റെ 50-ാം ദിവസം പന്തകുസ്ത തിരുനാളും. അപ്പോൾ ആ പഴയ നിയമ ചരിത്രത്തിന്റെ പൂർത്തീകരണമാണ്, അതിന്റെ തുടർച്ചയും പൂർത്തീകരണവുമാണ് ഈശോയിൽ നടക്കുന്നത് എന്ന് കാണിക്കുന്നത് കൂടിയാണ് ഈ പന്തകുസ്ത തിരുനാളിൽ തന്നെ റൂഹായുടെ ആഗമനം. അവർ ഒന്നിച്ചിരിക്കുമ്പോൾ വലിയ കാറ്റിന്റെ പോലെയുള്ള വലിയ ശബ്ദം കേൾക്കുന്നു. അത് ആ വീട് അവർ കൂടിയിരുന്ന ഭവനം മുഴുവനും നിറയുകയും ചെയ്യുന്നു. കാറ്റ് അത് ദൈവത്തിന്റെ അരൂപിയുടെ കാറ്റിനെ സൂചിപ്പിക്കുവാനുള്ള ഹെബ്രായ അറമായ പദം ഒന്ന് തന്നെയാണ്. അറമായ സുറിയാനി ഭാഷയിൽ റൂഹ എന്ന പദത്തിന് കാറ്റെന്നും അർത്ഥമുണ്ട്, അരൂപി എന്നും അർത്ഥമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ നിക്കോദേമസുമായിട്ടുള്ള സംഭാഷണ മധ്യേ അരൂപിയെക്കുറിച്ച്, റൂഹാദ് കുരിശായെക്കുറിച്ച് ഈശോ പറയുമ്പോൾ അത് കാറ്റുപോലെയാണ്, എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ അറിയുന്നില്ല എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. അരൂപിയിൽ ജനിക്കുന്ന മാമോദിസായെക്കുറിച്ചുള്ള നിക്കോദേമസുമായുള്ള ആ സംഭാഷണ മധ്യേ. അതുകൊണ്ട് ഇവിടെ ഈ കാറ്റ് ശക്തമായ കാറ്റാണ് വരുന്നത്. വലിയ ശബ്ദം കേൾക്കാം, അത് ഭവനത്തിൽ നിറയുകയും ചെയ്തു എന്നാണ് ആദ്യത്തെ വാചകം. 2-ാമത്തെ ഈ റൂഹായുടെ വരവിനെ കുറിച്ച് പറയാൻ വേണ്ടി ലൂക്ക പറയുന്നത് അഗ്നിയുടേതുപോലെയുള്ള നാവുകള്, അഗ്നിജ്വാലകളുടേതുപോലെയുള്ള നാവുകള് സ്ലീഹന്മാർ ഓരോരുത്തരുടെയും ശിരസിൽ വന്നിരുന്നു എന്നാണ്. അപ്പോൾ അഗ്നി ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പക്ഷേ ഇവിടെ ഇവരെ ദഹിപ്പിക്കുന്നില്ല, ഇവരുടെ മേൽ വന്ന് നിറയുകയാണ്. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ ഓരോ സ്ലീഹായുടെയും ശിരസിൽ വന്ന് വസിക്കുന്നതായി നമ്മൾ കാണുന്നു. അവർ റൂഹാദ് കുരിശായിൽ നിറഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് അവരുടെ സംഭാഷണത്തിൽ നിന്ന് പിന്നീട് വ്യക്തമാകുന്നു. അവരുടെ മിശിഹാനുഭവം, മിശിഹായിൽ ദൈവം പ്രവർത്തിച്ച ആ മഹാകാര്യങ്ങൾ വിവരിക്കുമ്പോൾ ലോകത്തിന് നാനാഭാഗങ്ങളിൽ നിന്നെത്തിയിരുന്ന യഹൂദര്, അത് എവിടെയെല്ലാം യഹൂദര് ചിതറിപ്പാർത്തിരുന്നു അവിടുന്നെല്ലാം നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ആ പാർഥ്യ ദേശത്തു നിന്ന് പോലും അവിടെ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് ലൂക്ക എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തിന് നാനാഭാഗങ്ങളിലുണ്ടായിരുന്ന ചിതറിപ്പാർത്തിരുന്ന യഹൂദരെ എല്ലാം ഒന്നിച്ചുകൂട്ടിയ ഒരു തിരുനാളായിരുന്നു പന്തകുസ്ത തിരുനാള്. അപ്പോൾ അവിടെയാണ് റൂഹ, അവിടെ കൂടിയിരുന്ന യഹൂദരെല്ലാവരും സ്ലീഹന്മാര് പ്രഘോഷിച്ചത് അവരോട് സംസാരിച്ചിരുന്ന ഭാഷയിൽ, അറമായ ഭാഷയിലാണെങ്കിലും കേട്ടവരെല്ലാം അവരുടെ തനതായ മാതൃഭാഷകളിൽ ഈ സ്ലീഹന്മാർ വിവരിച്ച മഹാത്ഭുതങ്ങൾ, ഈശോയെക്കുറിച്ചുള്ള, ഈശോയുടെ സുവിശേഷം, ഈശോയുടെ ജീവിതം, ഈശോയുടെ സഹനമരണോത്ഥാനങ്ങൾ, ഇതെല്ലാം വിവരിച്ചത് ഇവർക്ക് മനസ്സിലായി കേൾക്കുവാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ ബാബേൽ ഗോപുരത്തിൽ സംഭവിച്ച, ഗോപുര നിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ച ആ ഒരു വിഘടിക്കല്, ഏകഭാഷയായിരുന്നത് അന്നു മുതലാണല്ലോ വിവിധ ഭാഷകളായി ഛിന്നഭിന്നമാകുന്നത്. അങ്ങനെ അതിന്റെ ഒരു പുനഃക്രമീകരണം നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ അന്ന് ചെതറിപ്പോയെങ്കിൽ ഇവിടെ ഇതാ റൂഹായുടെ ആഗമനത്തോടുകൂടി വിവിധ ഭാഷകളിൽ സംസാരിച്ചിരുന്നവര് ദൈവത്തിന്റെ പദ്ധതികൾ ഒരേ ഭാഷയിൽ കേൾക്കുന്നു. അവിടെ യോജിപ്പിക്കുന്ന ഐക്യത്തിന്റെ ഒരു കണ്ണിയായിട്ട് റൂഹ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്നത്, ഒരേ സുവിശേഷത്തിൽ ഇവരെ ഒന്നിച്ചു കൂട്ടുന്നത്, ഒരേ അരൂപി, ഒരേ സ്നേഹത്തിന്റെ അരൂപിയില്, സമാധാനത്തിന്റെ അരൂപിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. റൂഹായെക്കുറിച്ച് പറയുന്നത് തന്നെ പരിശുദ്ധ ത്രിത്വത്തിലെ ഐക്യത്തിന്റെ കണ്ണിയാണ്, ബോണ്ട് ഓഫ് കമ്മ്യൂണിയൻ എന്നാണ് റൂഹായത് കുരിശായെ കുറിച്ച് പറയുന്നത് തന്നെ. ശൗത്താപൂസായാണ് റൂഹാദ് കുരിശ. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ വ്യക്തമാകുന്നതുമാണ്. അപ്പോൾ പന്തകുസ്തായില് സ്ലീഹന്മാരുടെ മേല് റൂഹ വന്ന് വസിക്കുന്നത് ഈശോ തന്നെ മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിരുന്നതിന്റെ പൂർത്തീകരണമായിരുന്നു. ഈശോയുടെ അന്ത്യപ്രഭാഷണത്തില് യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലാണല്ലോ നമ്മൾ അന്ത്യത്താഴവും അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതും സ്നേഹപ്രമാണം നൽകുന്നതും തുടർന്നുള്ള ദീർഘമായ വിടവാങ്ങൽ പ്രസംഗവുമില്ല. ഈ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ കേന്ദ്രഭാഗത്ത് 14, 15, 16 അധ്യായങ്ങളിലായിട്ട് 5 തവണ റൂഹാദ് കുരിശായെക്കുറിച്ച് ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 14-ാം അധ്യായത്തിലെ 15, 16 വാക്യങ്ങളിലാണ് ആദ്യത്തെ വാഗ്ദാനം നമ്മൾ കാണുന്നത്. ഈശോ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും,
ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങളോടൊപ്പമായിരിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വ്യവസ്ഥയെ അവിടെയും വെക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ ഇത് ചെയ്താലാണ് സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, സ്നേഹം പ്രകടമാക്കേണ്ടത് കൽപ്പനകൾ പാലിച്ചുകൊണ്ടാണ്, ഈശോയുടെ വചനങ്ങൾ പാലിച്ചുകൊണ്ടാണ്. ഇത്രയും ചെയ്യുന്നെങ്കിൽ, അതായത് പഴയ നിയമത്തില് 10 കൽപ്പനകൾ പാലിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ ദൈവത്തിന്റെ ജനമായിരിക്കുമെന്ന് അന്ന് ഇസ്രായേൽ ജനതയോട് പറഞ്ഞതുപോലെ തന്നെ, യാക്കോബിന്റെ മക്കളോട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പറയുകയാണ് ശിഷ്യന്മാരോട്, നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ, എന്റെ സ്നേഹമുണ്ടെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ പിതാവിനോട് ചോദിക്കുകയും നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടി മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയക്കുകയും ചെയ്യും. മറ്റൊരു സഹായകൻ എന്ന് പറയാൻ കാരണം, പിതാവായ ദൈവം അയച്ചിരുന്ന ആദ്യത്തെ സഹായകൻ ഈശോ തന്നെയാണ് എന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഈശോയാണ് നമ്മുടെ സഹായകൻ. മനുഷ്യനെ സഹായിക്കുവാൻ വേണ്ടി മനുഷ്യനായി തീർന്ന, മനുഷ്യന്റെ ലെവലിലേക്ക് ഇറങ്ങി വന്നവനാണ് ദൈവം. ഇറങ്ങി വന്ന ദൈവമാണ് പുത്രൻ തമ്പുരാൻ. അപ്പോൾ ഈ ഒന്നാമത്തെ സഹായകൻ അവിടുന്ന് തന്നെയാണ് മനുഷ്യവർഗത്തെ സംബന്ധിച്ച്. മനുഷ്യപ്രകൃതിയെ സ്വീകരിച്ച്, മനുഷ്യപ്രകൃതിയെ മഹത്വീകരിച്ച് ദൈവസന്നിധി വരെ എത്തിച്ചത് മനുഷ്യനായി അവതരിച്ച ഈശോ മിശിഹായാണല്ലോ. അവിടുന്നാണ് മനുഷ്യരുടെ സഹായകൻ. അവിടുന്നാണ് മനുഷ്യർക്ക് വേണ്ടി വാദിക്കുന്നവൻ. അവിടുന്നാണ് ആശ്വസിപ്പിക്കുന്നവൻ. അവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഈശോയുടെ ഈ വേർപാടിന് ശേഷം അവിടുന്ന് റൂഹായി അയക്കുന്നതാണ് 14-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങളിൽ ആദ്യം കാണുന്നത്. 14-ാം അധ്യായത്തിൽ തന്നെ 25-26 വാക്യങ്ങൾ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാരൂപി, സഹായകനായ പരിശുദ്ധാരൂപി എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ എന്താണ് ഈ റൂഹ ചെയ്യുന്നതെന്നാണ് 14-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങൾ പറയുന്നത്. റൂഹ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ റൂഹ ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ദൈവിക പദ്ധതിയുടെ തുടർച്ച നമുക്ക് കാണുവാൻ സാധിക്കും. ഏക ദൈവമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാരൂപി. ഇവർ 3 പേരുടെ ഏക പദ്ധതിയാണ്, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏക ദൈവിക പദ്ധതിയാണ്. അതിൽ 3 ദൈവിക വ്യക്തികളും അതിൽ പങ്കുണ്ട്. അത് ഒന്നിച്ചാണ് ഇത് പൂർത്തിയാക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്നതാണ്. ഞാൻ പഠിപ്പിച്ചത് നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്ന് പറയുമ്പോൾ, 3-ാമത്തെ വാഗ്ദാനം 15-ാം അധ്യായം 26-ാം വാക്യത്തിലാണ്. ഞാൻ പിതാവിൽ നിന്ന് അയക്കുന്ന സഹായകനായ പരിശുദ്ധാരൂപി, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സഹായകൻ അരൂപി. ഇവിടെയാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാരൂപിയാണ്. അത് 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ അയക്കുന്നത് ആരുടെ പേരിലാണ്? ഈശോയുടെ പേരിലാണ്. ഈശോയാണ് പിതാവിനോട് യാചിക്കുന്നത്, ചോദിക്കുന്നത്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. മനുഷ്യപ്രകൃതി സ്വീകരിച്ച മനുഷ്യനായ ഈശോ തന്നെയാണ്. അവിടുന്ന് വഴിയാണ്, ഈശോ വഴിയാണ്, ഈശോയുടെ നാമത്തിലാണ്. പക്ഷേ പുറപ്പെടുന്നത് പിതാവിൽ നിന്ന് തന്നെയാണ്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാരൂപിയാണ്. ആ അരൂപിയും എന്നെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുമെന്നാണ് 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതും, അന്ന് പന്തക്കുസ്താ ദിനം മുതൽ സ്ലീഹന്മാരെ സഹായിച്ചത് റൂഹാദ് കുരിശായാണ് നമുക്കിന്ന് ശക്തി നൽകുന്നതും മാമോദീസായിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാരൂപി തന്നെയാണ്. വീണ്ടും 16-ാം അധ്യായത്തിൽ വീണ്ടും ആദ്യ ഭാഗത്ത് തന്നെ 2 സ്ഥലങ്ങളിലായിട്ട് വീണ്ടും ഈ വാഗ്ദാനം ആവർത്തിക്കുന്നത് കാണാം. 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ, ഞാൻ പോകുന്നില്ല എങ്കിൽ സഹായകൻ വരികയില്ല. അപ്പോൾ ഈശോ പോകേണ്ടതുണ്ട്. ഈശോ പോയി കഴിയുമ്പോഴാണ് റൂഹ വരുന്നത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈശോ പോകേണ്ടതുണ്ട് എന്ന് പറയുന്നത് എന്ന് സഭാപിതാവായ ആഗസ്റ്റിനോസ് പറയും. ഈശോ മനുഷ്യ ശരീരത്തിൽ നമ്മുടെ കൂടെ വസിച്ചിരുന്ന കാലത്ത് നമ്മൾ ഈശോയെ, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന പോലെ പ്രത്യേകിച്ച് ശിഷ്യന്മാർ ഈശോയെ അനുഭവിച്ചിരുന്നത് മനുഷ്യനായിട്ട് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ആ ഒരു മനുഷ്യ അസ്തിത്വത്തിൽ നിന്ന് പൂർവ്വ അവസ്ഥയിലേക്ക്, ദൈവത്തോടുള്ള സമാനതയിൽ കഴിഞ്ഞിരുന്ന ആ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്നത്, പിതാവിന്റെ പക്കലേക്ക് മടങ്ങിപ്പോകുമ്പോഴാണ് റൂഹ വരുന്നത്. അതിന്റെ ആവശ്യത്തെക്കുറിച്ച് അഗസ്തീനോസ് പിതാവ് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ മാത്രമുള്ളവനായിട്ട് ദൈവത്തെ കാണുന്നതിന് അവിടെ പരിമിതപ്പെടുത്തുന്നതിനുള്ള സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അതല്ല, ദൈവം അദൃശ്യനാണ്. ഈ അദൃശ്യനായ ദൈവം ഈ ചുരുങ്ങിയ കാലത്തിലേക്ക് മനുഷ്യർക്ക് അഭിഗമ്യമാകുവാൻ വേണ്ടി, മനുഷ്യർക്ക് അനുഭവേദ്യമാകുവാൻ വേണ്ടി മനുഷ്യ ശരീരം എടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ അത് എന്നേക്കും മനുഷ്യ ശരീരത്തിൽ തന്നെ, ഭൗതിക ശരീരത്തിൽ അവിടെ തുടരുകയല്ല ചെയ്യുന്നത്. അവിടുന്ന് ആ ശരീരം രൂപാന്തരപ്പെടുത്തും. അപ്പോൾ അതിനുശേഷം, അവിടുത്തെ സഹനത്തിനും മരണത്തിനും ഉത്ഥാനത്തിനും ശേഷമാണ് റൂഹ വരുന്നത്. എന്റെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ അവിടെ നയിക്കുന്ന പിതാവ് റൂഹായാണല്ലോ. അപ്പോൾ അത് സൂചിപ്പിക്കുന്നതും ഈ ഒരു ഏകദൈവത്തിന്റെ സത്യമാണ് സൂചിപ്പിക്കുന്നത് എന്ന്
അംബ്രോസ് പിതാവ് പറയുന്നുണ്ട്, അരൂപി വരുന്നത് ഈശോയുടെ നാമത്തിലാണ്. ഈശോയുടെ നാമത്തിൽ വരുന്നു. ഈശോ തന്നെ വന്നത് പിതാവിന്റെ നാമത്തിലാണ്. അപ്പൊ പിതാവും പുത്രനും തമ്മിലുള്ള ആ ബന്ധമാണത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഈശോ പറയുകയാണ്, എന്റെ നാമത്തിൽ ഞാൻ അയക്കുന്ന പിതാവ് പരിശുദ്ധാരൂപി. അപ്പോൾ പരിശുദ്ധാരൂപി വരുന്നത് ഈശോയുടെ നാമത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈശോയും പരിശുദ്ധാരൂപിയും പിതാവും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ എന്ന് പറഞ്ഞാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതാ ഏകദൈവം, അതാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് സഭാപിതാവായ അംബ്രോസ് പറയും. ക്രിസോസ്തോം പിതാവ് പറയുന്നത്, മിശിഹ ഈശോ പോയതിന് ശേഷം മാത്രമേ റൂഹ വരുള്ളൂ എന്ന് പറയുന്നതിന് കാരണം അവിടുത്തെ റൂഹായുടെ വരവിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ അത് തുടങ്ങുന്നത് ഈശോയുടെ സഹനമരണോത്ഥാനത്തോടെയാണ്. അതുകൊണ്ടാണല്ലോ ഈശോ കുരിശിൽ കടന്നുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തലചായിച്ച് അരൂപിയെ സമർപ്പിച്ചു എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ഉത്ഥിതനായ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ഊതിക്കൊണ്ട് അവർക്ക് റൂഹായ നൽകുന്നതുമെല്ലാം ഈശോയുടെ സഹനമരണോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് റൂഹായുടെ ആഗമനം ഇരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. അതാണ് ക്രിസോസ്തോം പിതാവ് ഈ വാചകത്തെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, പോയാൽ മാത്രമേ റൂഹ വരികയുള്ളൂ എന്നാണ് 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ. പിന്നെ 16-ാം അധ്യായം തന്നെ 13-ാം വാക്യത്തിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, പരിശുദ്ധാരൂപി വിശേഷിപ്പിക്കുന്നത് സത്യാരൂപി എന്നാണ്. സത്യത്തിന്റെ അരൂപി, സത്യത്തിന്റെ സകല പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കുമെന്നാണ് പറയുന്നത്. ഈ പരിശുദ്ധാരൂപിയെ കുറിച്ച് നൽകുന്ന മറ്റൊരു വിശേഷണമാണ് സത്യാരൂപി, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. ഇതിന് 2 അർത്ഥങ്ങൾ പറയാറുണ്ട്. ഈ സത്യം ഈശോയാണ്. ഈശോ തന്നെ പറയുന്നുണ്ട് 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഈശോ സത്യമാണ്, കാരണം ഈശോ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയത് ആയിരിക്കുന്നത് പോലെ വെളിപ്പെടുത്തിയത് പുത്രനായ ഈശോയാണ്. അതുകൊണ്ടാണ് ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈശോയെ സത്യമെന്ന് വിശേഷിപ്പിക്കുന്നത്. പീലാത്തോസ് ചോദിക്കുമ്പോഴും ഈശോ മറുപടി പറയാത്തത് അതുകൊണ്ടാണ്, കാരണം സത്യമായ ഈശോ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുകയായി. അപ്പോൾ ഈ ഈശോയുടെ അരൂപിയാണ്, ഈശോ പിതാവിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചു തരുന്ന, പുത്രന്റെ നാമത്തിൽ വരുന്ന, പിതാവിൽ നിന്ന് പുറപ്പെടുന്നെങ്കിലും പുത്രനിലൂടെ വരുന്ന അരൂപിയാണ് എന്നുള്ളത് കൊണ്ടാണ് സത്യത്തിന്റെ അരൂപി എന്ന് പറയുന്നത് ഒരു വ്യാഖ്യാനം. 2 സഭാപിതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അന്ധനായിരുന്ന ദീദിമോസ് എന്ന് പറയുന്ന സഭാപിതാവ് പറയുന്നുണ്ട്, സത്യം അരൂപി, ദൈവം സത്യമാണ്. ആ സത്യത്തിന്റെ സത്യം തന്നെ, ആ സത്യമായ ദൈവത്തിന്റെ 3-ാമത്തെ ആളാണ് റൂഹ. അപ്പോൾ സത്യമായ ദൈവത്തിന്റെ അരൂപി സകല സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് അതുകൊണ്ടാണ്, സത്യത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയുന്നത്. അപ്പൊ അവിടെയും ഈ 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഈശോ കൂട്ടിച്ചേർക്കും, എനിക്കുള്ളവയിലും അവൻ സ്വീകരിച്ച് നിങ്ങളെ പഠിപ്പിക്കുമെന്ന്. അപ്പോൾ അതാ പരിശുദ്ധത്തിലെ 3 ആളുകൾ തമ്മിലുള്ള പരസ്പര ഐക്യം, ആ കമ്മ്യൂണിയൻ, ആ ശൗത്താപൂസ വ്യക്തമാക്കുന്നതാണ് ആ പ്രയോഗവും. ഈ റൂഹായെയാണ് സ്ലീഹന്മാർ സ്വീകരിച്ചതും ധൈര്യപൂർവ്വം ഈശോയെ പ്രഘോഷിക്കുന്നതിന് ശക്തി സംഭരിച്ചതും ഈ റൂഹായിൽ നിന്നാണ്. ഈ റൂഹായെ തന്നെയാണ് മാമോദീസായിൽ നമുക്കും കിട്ടിയിരിക്കുന്നത്. അതേക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതുന്ന 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യങ്ങൾ പറയുന്നത്, നമുക്കുള്ള വരങ്ങൾ വ്യത്യസ്തമാണ്, നമുക്കുള്ള ശുശ്രൂഷകൾ വ്യത്യസ്തമാണ്, എങ്കിലും അരൂപി ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈ വ്യത്യസ്തമായ അവയവങ്ങളുള്ള ശരീരം പോലെയാണ് നമ്മൾ. മിശിഹായുടെ ശരീരമാണ്, മൗദി ശരീരമാണ് സഭ. ഈ സഭയിൽ ഓരോ അംഗവും ശരീരത്തിലെ ഓരോ അവയവവും പോലെയാണെന്നാണല്ലോ പൗലോസ് ശ്ലീഹ വിശേഷിപ്പിക്കുന്നത്. ഒരൊറ്റ അരൂപിയേ ഉള്ളൂ. നാം എവിടെയായിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ഭൂഖണ്ഡത്തിലായിരുന്നാലും ഈശോയിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒരൊറ്റ അരൂപിയാണ് സ്വീകരിക്കുന്നത്. അതേക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത്, മഴ ഭൂമിയിലേക്ക് പെയ്യുന്നു, അത് വ്യത്യസ്തമായ ചെടികളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഫലങ്ങളും പൂക്കളുമാണ് ഉളവാക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ വ്യക്തിയിലും ഈ റൂഹ വന്നു വസിക്കുന്ന റൂഹ ഒന്ന് തന്നെയാണ്. മാമോദീസായിൽ നാം എല്ലാം സ്വീകരിച്ചിരിക്കുന്നത് ഒരേ റൂഹാദ് കുരിശായാണ്. ഈ റൂഹാദ് കുരിശ ഈശോയുടെ റൂഹായാണ്, ഈശോ തന്നെയാണ്. ഈശോയുടെ കൂടെ തന്നെ ആ പരിശുദ്ധ ത്രിത്വമാണ് നമ്മിൽ വന്നു വസിക്കുവാൻ ആരംഭിക്കുന്നത്. 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നുണ്ടല്ലോ, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ എന്റെ കൽപ്പന പാലിക്കും, ഞങ്ങൾ അവനിൽ വന്ന് വാസം ഉറപ്പിക്കുമെന്ന്. അപ്പോൾ അത് പരിശുദ്ധ ത്രിത്വത്തിലെ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമുക്ക് വേറിട്ട് കാണുവാൻ സാധിക്കുകയില്ല. ത്രിത്വത്തിന്റെ ആവാസ കേന്ദ്രമായി, ആവാസ സ്ഥലമായി ഓരോ വിശ്വാസിയും മാറുകയാണ്. നമുക്ക് ലഭിച്ചിരുന്ന ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാരൂപി എന്നുള്ളത്. അപ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്നതിന്, സ്ലീഹന്മാരെ അന്ന് ദുഃഖിച്ചു കഴിഞ്ഞിരുന്ന സ്ലീഹന്മാരെ ആശ്വസിപ്പിക്കുന്നതിനും ധൈര്യപ്പെടുത്തുന്നതിനുമായിട്ട് വന്ന റൂഹ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ധൈര്യമാകുന്നതിന് വേണ്ടി, നമ്മുടെ സഹായകനായിട്ട്, നമുക്ക് ആശ്വാസപ്രദനായിട്ടാണ് അവിടുന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വഴി കാട്ടുവാനായിട്ടാണ്, ദൈവത്തിന്റെ പദ്ധതി വിവേചിച്ചറിയാൻ നമ്മെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് സത്യത്തിന്റെ അറിവ്, ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമ്മിൽ വളർത്തുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് വരുന്നത്.
അപ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം, മാമോദിസായിൽ നമ്മൾ സ്വീകരിച്ച അരൂപിയോട് തുറവിയുള്ളവരാണ് നമ്മൾ. ഈ അരൂപിയുടെ നിമന്ത്രണങ്ങൾക്ക് നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ടോ? ഈ അരൂപി നമ്മെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ അനുവദിക്കുന്നുണ്ടോ? നമ്മുടെ വേദനകളും ദുഃഖങ്ങളും നമ്മുടെ പ്രതിസന്ധികളും എല്ലാം അവിടുത്തെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നുണ്ടോ? അവിടുന്ന് കാണിച്ചു തരുന്ന വഴിയെ നമ്മൾ നടക്കുന്നുണ്ടോ? അവിടുത്തോട് അഭിപ്രായം ചോദിച്ചിട്ടാണോ ദൈവഹിതം, നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതം നമ്മൾ തിരിച്ചറിയുന്നത്? ഈ വക ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അരൂപിക്ക്, പരിശുദ്ധാരൂപിക്ക്, റൂഹാദ് കുരിശായ്ക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുവാനും സമർപ്പിക്കുവാനും റൂഹ നടത്തുന്ന വഴിയെ നടക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരും. അതിന് റൂഹാദ് കുരിശ നമ്മെ അനുഗ്രഹിക്കട്ടെ.